അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ മിൽക്ക് ഫിഷ് എന്ന് പറഞ്ഞൊരു മീന് കറി വെക്കുന്ന വീഡിയോ ആണ്. അതിനുവേണ്ടി 1 കിലോ മീനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലപോലെ മുളകൊക്കെ അങ്ങോട്ട് ചേർത്ത്, മുളകും കുടംപുളിയൊക്കെ അങ്ങോട്ട് ചേർത്ത് വെക്കുന്ന നല്ല ഒരു കിടിലൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഫിഷ് മീൻ കറി എങ്ങനെ കറി വെക്കണമെന്ന് നമുക്ക് അങ്ങോട്ട് കാണാം. അതിനുവേണ്ടി 1 കിലോ മിൽക്ക് ഫിഷ് ചെറിയ ചെറിയ പീസുകളായിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത്, 2 ചുമന്നുള്ളി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ മിൽക്ക് ഫിഷ് കറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ള് ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. അന്നേരം കടുകും ഉലുവയൊക്കെ ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കും. അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. 2 നുള്ളി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടി, നമുക്കൊരു 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി നമുക്ക് കൊടുക്കാം. ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ്. അല്പം എരിക്ക് വേണ്ടിയാണ് നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്താൽ പൊടിയിലേക്ക് പച്ചക്കുത്തിൽ അങ്ങോട്ട് മാറ്റി. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കറിക്കൊക്കെ ഒരു നല്ലൊരു കൊഴുപ്പൊക്കെ ആവും. ഇത് മീൻ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മീൻ അധികം ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കത്തില്ല. കാരണം മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത് ആ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരും. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 അല്ലി കുടംപുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കും. നമ്മുടെ മീനിന്റെ മസാലയൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മീൻ കഷ്ണം കൊണ്ട് ഇറക്കി വന്നിട്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഒന്ന് മസാലയിലൊന്ന് മുങ്ങി കൊണ്ട് കിടക്കണം. നമ്മുടെ മീനെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് അതിന് മീനെല്ലാം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി മീനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൊണ്ടൊന്ന് വറ്റിച്ച് റെഡിയാക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിതങ്ങോട്ട് വേവിക്കാം. എന്നാലും നമ്മുടെ മീനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീനെല്ലാം നല്ലപോലെ വെട്ടിത്തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് വേവിക്കാം. ഒരല്പം കൂടെ വറ്റിയിട്ട് വേണം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇടയ്ക്ക് നമ്മളെ മീൻകറിയൊക്കെ അങ്ങോട്ട് തുറന്ന് നോക്കി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. മീനൊക്കെ ഒന്ന് വെന്ത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുളി എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പ് ഒരല്പം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഒരു ശകലം കുറവ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ ചേർത്ത് കൊടുത്താണ്, എന്നാലും ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് ഇളക്കി കൊടുക്കാം. അന്നേരം ഉപ്പും ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് വെക്കണം. 5 മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മിൽക്ക് ഫിഷ് കറി ഇവിടെ റെഡിയാവും.
ഇത് ആദ്യമായിട്ട് വെക്കുന്ന മീൻ കറിയാണ്. ഇത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ള മീനല്ല. അങ്ങനെ അതിനെപ്പറ്റി ടേസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയത്തില്ല. ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു മീനാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കൊണ്ട് ഇരുന്നിട്ട് ഒരല്പം കൂടെ കൊണ്ട് പറ്റട്ടെ. എന്നിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഫിഷ് കറി ഇവിടെ റെഡിയായി. അന്നേരം നമ്മുടെ മിൽക്ക് ഫിഷ് കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്തൊന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ. ഈ പരുവത്തിനങ്ങോട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം. തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും കറി ഒന്നുകൂടെ കുറുകും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അന്നേരം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇവനിരുന്ന് അങ്ങോട്ട് തണുക്കട്ടെ. അന്നേരം നമ്മുടെ മിൽക്ക് ഫിഷൊക്കെ നല്ലപോലെ തണുത്ത് കുറുകി നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കിടിലനായിട്ടുള്ള നമ്മുടെ മിൽക്ക് ഫിഷ് കറി.